ഹലോ കുഞ്ഞുമക്കളേ, മലയാളം ബെഡ് ടൈം സ്റ്റോറീസിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഒരു പുതിയ കഥ കേൾക്കാം. പണ്ടൊരിക്കൽ വളരെ സന്തോഷം നിറഞ്ഞൊരു രാജ്യത്ത് ദയയുള്ളൊരു രാജാവിനും രാജ്ഞിക്കും ഒരു പെൺകുഞ്ഞ് ജനിച്ചു. സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്ന മുടിയുള്ളതിനാൽ അവർ അവൾക്ക് റാപ്പൻസൽ എന്ന് പേരിട്ടു. അവളുടെ മുടി സൂര്യപ്രകാശം പോലെ തിളങ്ങിയിരുന്നു. അവൾ വളരുംതോറും എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിച്ചു. അവളുടെ മുടിക്ക് ഭംഗി മാത്രമല്ല, എന്തോ ഒരു അത്ഭുത ശക്തി കൂടി ഉണ്ടായിരുന്നു. എന്നാൽ ആ രാജ്യത്തുള്ള എല്ലാവരും നല്ലവരായിരുന്നില്ല. ദൂരെ ഒരു ഇരുണ്ട കാട്ടിനുള്ളിൽ മദർ ഗോഥൽ എന്നൊരു ദുഷ്ട മന്ത്രവാദിനി താമസിച്ചിരുന്നു. അവൾക്കെങ്ങനെയെങ്കിലും എന്നും ചെറുപ്പവും സൗന്ദര്യവും നിലനിർത്താൻ ആഗ്രഹിച്ചു. അങ്ങനെയിരിക്കെ ഒരു കൊടുങ്കാറ്റുള്ള രാത്രിയിൽ കൊച്ചു റാപ്പൻസൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ആ മന്ത്രവാദിനി കൊട്ടാരത്തിൽ ഒളിച്ചുകടന്നു. പെട്ടെന്നൊരു മാന്ത്രിക വിദ്യയിലൂടെ അവൾ ഒരു ചെറുപ്പക്കാരിയായി മാറി. എന്നിട്ട് പതുക്കെ റാപ്പൻസലിനെയും എടുത്തുകൊണ്ട് അവൾ ഇരുട്ടിലേക്ക് മറഞ്ഞു. രാജാവും രാജ്ഞിയും അവളെ എല്ലായിടത്തും അന്വേഷിച്ചെങ്കിലും അവരുടെ പൊന്നോമനിയെ കണ്ടെത്താനായില്ല. കാട്ടിനുള്ളിലെ വളരെ വലിയൊരു ഗോപുരത്തിലാണ് മന്ത്രവാദിനി റാപ്പൻസലിനെ വളർത്തിയത്. റാപ്പൻസൽ വളർന്നതിനൊപ്പം അവളുടെ മുടിയും വളർന്നു. വളർന്ന് അത് ആ ഗോപുരത്തേക്കാൾ നീളമുള്ളതായി. സൂര്യപ്രകാശത്തിൽ അത് സ്വർണം പോലെ തിളങ്ങി. എല്ലാ ദിവസവും മന്ത്രവാദിനി ഗോപുരത്തിന് താഴെ വന്ന് വിളിക്കും, റാപ്പൻസൽ, റാപ്പൻസൽ, നിന്റെ മുടി താഴേക്കിട്ടു തരൂ. അപ്പോൾ റാപ്പൻസൽ അവളുടെ നീണ്ട മുടി ഒരു കൊളുത്തിൽ ചുറ്റി ഒരു സ്വർണ്ണ കയറുപോലെ താഴേക്കിട്ടുകൊടുക്കും. അത് പിടിച്ച് മന്ത്രവാദിനി മുകളിലേക്ക് കയറും. പക്ഷേ റാപ്പൻസലിന്റെ മനസ്സ് വല്ലാതെ സങ്കടപ്പെട്ടിരുന്നു. കൂട്ടിലടച്ച ഒരു പക്ഷിയെപ്പോലെ അവൾക്ക് പുറത്തേക്ക് പറക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. അവൾക്ക് പാട്ടുപാടാൻ വലിയ ഇഷ്ടമായിരുന്നു. അവളുടെ ശബ്ദം വളരെ മധുരമുള്ളതായിരുന്നു. അവൾ പാടുമ്പോഴൊക്കെ അവളുടെ മുടി കൂടുതൽ പ്രകാശിക്കും. ഒരു ദിവസം അടുത്തുള്ള രാജ്യത്തെ ഒരു രാജകുമാരൻ കാട്ടിലൂടെ കുതിരപ്പുറത്തു വരുമ്പോൾ ഈ മനോഹരമായ പാട്ട് കേട്ടു. ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് പോയ അവൻ ആ വലിയ ഗോപുരം കണ്ടു. മന്ത്രവാദിനി അവിടെ എന്താണ് ചെയ്യുന്നതെന്നും അവൻ ഒളിച്ചിരുന്ന് കണ്ടു. പിറ്റേ ദിവസം മന്ത്രവാദിനി പോയതിനു ശേഷം രാജകുമാരൻ അവിടെ വന്ന് പതുക്കെ വിളിച്ചു, റാപ്പൻസൽ, റാപ്പൻസൽ, നിന്റെ മുടി താഴേക്കിട്ടു തരൂ. ആ മുടി പിടിച്ച് രാജകുമാരൻ പതുക്കെ മുകളിലേക്ക് കയറി. അവനെ കണ്ടതും റാപ്പൻസൽ ശരിക്കും ഞെട്ടിപ്പോയി. അവൾക്ക് പ്രായമുള്ള ആരെയും അവൾ ഇതിനു മുൻപ് കണ്ടിരുന്നില്ല. അവൻ അവളോട് കാട്ടിനു പുറത്തുള്ള വിശാലമായ ലോകത്തെക്കുറിച്ച് പറഞ്ഞു. തിളങ്ങുന്ന പുഴകളും ചിരിക്കുന്ന ആളുകൾ നിറഞ്ഞ ചന്തകളും കളിക്കുന്ന കുട്ടികളും വെള്ളക്കല്ലുകൊണ്ടുള്ള കൊട്ടാരങ്ങളും അവൾക്കായി വർണ്ണിച്ചു. അന്നുമുതൽ സമയം കിട്ടുമ്പോഴൊക്കെ രാജകുമാരൻ അവളെ കാണാൻ വന്നു. അവൻ അവൾക്ക് കുറെ കഥകളും ചെറിയ പൂക്കളും ഒരു പുതിയ പ്രതീക്ഷയും നൽകി. എനിക്കാ പുറം ലോകം കാണണം എന്നവൾ ധൈര്യപൂർവ്വം പറഞ്ഞു. പുറം ലോകത്തെ എനിക്കിപ്പോൾ പേടിയില്ല. ഇതറിഞ്ഞപ്പോൾ മന്ത്രവാദിനി ഗോഥലിന് വല്ലാതെ ദേഷ്യം വന്നു. എന്നാൽ റാപ്പൻസൽ ധൈര്യപൂർവ്വം നിന്നു. ആദ്യമായി അവൾക്കൊരു കാര്യം മനസ്സിലായി. സ്നേഹം ഒരിക്കലും നമ്മളെ തടവിലാക്കില്ല, അത് നമ്മളെ വളരാൻ സഹായിക്കുകയേ ഉള്ളൂ. രാജകുമാരന്റെ സഹായത്തോടെ റാപ്പൻസൽ തന്റെ നീണ്ട മുടി ഉപയോഗിച്ച് അവസാനമായി ആ ഗോപുരത്തിൽ നിന്നും താഴെയിറങ്ങി. ദേഷ്യം വന്ന മന്ത്രവാദിനി അലറി, നന്ദിയില്ലാത്തവളെ, നിനക്കില്ലാതെ ജീവിക്കാനാവില്ല. മന്ത്രവാദിനി അവരുടെ പുറകെ പോകാൻ ശ്രമിച്ചു. എന്നാൽ റാപ്പൻസലിന്റെ തിളങ്ങുന്ന മുടിയില്ലാതെ അവളുടെ മാന്ത്രിക ശക്തി കുറഞ്ഞുവന്നു. ഒടുവിൽ അവൾ വെറും പൊടിയായി മാറി. കാട്ടിൽ നിന്ന് പുറത്തുവന്ന റാപ്പൻസലിന്റെ മുഖത്ത് ഇളം വയിൽ പതിച്ചു. അവൾക്കാദ്യമായി സ്വാതന്ത്ര്യം എന്താണെന്ന് മനസ്സിലായി. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ മാന്ത്രിക വിദ്യ റാപ്പൻസൽ പഠിച്ചു. നമ്മളിൽ വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് ധൈര്യം ലഭിക്കും. നമ്മുടെ സ്വന്തം വഴി തിരഞ്ഞെടുക്കുമ്പോഴാണ് സ്വാതന്ത്ര്യം തിളങ്ങുന്നത്. യഥാർത്ഥ സ്നേഹം എപ്പോഴും നമ്മളെ സംരക്ഷിക്കും, ഒരിക്കലും കൂട്ടിലടക്കില്ല. ഈ കഥ കണ്ടതിന് നന്ദി. കൂടുതൽ കഥകൾക്കായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കഥ ഇവിടെ അവസാനിക്കുന്നു. നല്ല സ്വപ്നങ്ങൾ കാണും. വീണ്ടും കാണാം മലയാളം ബെഡ് ടൈം സ്റ്റോറീസിൽ.